ജീവിതയാത്രയിൽ നമ്മുടെ ശരീരം പലപ്പോഴും നമ്മോട് പല വിധത്തിലുള്ള ആശയവിനിമയം നടത്താറുണ്ട്. അത്തരം രണ്ട് ആശയവിനിമയങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ഒരു പാകത്തിലേക്ക് വിശ്വാസികൾ എത്തേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത് വാർദ്ധക്യമാണ്. രണ്ടാമത്തേത് വേദനയാണ്. ഇത് രണ്ടും, വാർദ്ധക്യമാകട്ടെ വേദനയാകട്ടെ, എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവല ഭൗതിക ശാസ്ത്രം പറയുന്നത് മാത്രം ഈ വിഷയത്തിൽ വിശ്വാസികളായ നാം സ്വീകരിച്ചാൽ പോരാ. നമ്മൾ ഈ ഭൗതികതയുടെ ആളുകളല്ലല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ, എന്തിനാണ് ഇത് രണ്ടും? നമുക്കറിയാം, ഇത് രണ്ടും ഒരു അസൗകര്യമാണ്. യഥാർത്ഥത്തിൽ പ്രായമാകുന്നത് ഒരു അസൗകര്യമാണ്, വേദനയും ഒരു അസൗകര്യമാണ്. പക്ഷെ അത് രണ്ടും അടിസ്ഥാന വിഷയത്തെ സൂചിപ്പിക്കുന്ന രണ്ട് സിഗ്നലുകളാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അടിസ്ഥാന വിഷയത്തെ സൂചിപ്പിക്കുന്ന സിഗ്നലുകളാണ് യഥാർത്ഥത്തിൽ വരുന്നത്. നമുക്കറിയാം, അത് വേദനയെക്കുറിച്ച് പറഞ്ഞാൽ കൂടുതൽ ബോധ്യമാണ്. ശരീരവേദനയ്ക്ക് പിന്നിലെ ന്യൂറോളജിക്കൽ കാരണങ്ങൾ പലപ്പോഴും നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഫലപ്രദമായ ഒരു ഫിസിക്കൽ മാനേജ്മെൻറ്റിലേക്കാണ്, അതല്ലെങ്കിൽ നല്ല ചികിത്സയിലേക്കാണ്. വളരെ വ്യക്തമായി വേദന വരുമ്പോഴാണ് നമ്മുടെ ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഒരു ഫലപ്രദമായ ശാരീരിക മാനേജ്മെൻറ്റിലേക്ക് പോകും, ഭക്ഷണം കൺട്രോൾ ചെയ്യും, എക്സസൈസ് കൂട്ടും, അങ്ങനെ ചെയ്യും. അതല്ലെങ്കിൽ നല്ല ചികിത്സക്ക് പോകും. ഇത് വെച്ച് നാം വാർദ്ധക്യത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കൊന്നുകൂടി കാര്യം മനസ്സിലാക്കാം. വാർദ്ധക്യം യഥാർത്ഥത്തിൽ അതിമനോഹരമായൊരു അനുഭവമാണ്. എനിക്ക് 60 വയസ്സായി. അപ്പോൾ ഞാനിത് പറയുമ്പോൾ അനുഭവമാണെന്നൊക്കെ പറയുമ്പോൾ പ്രായമായൊരു എന്നേക്കാൾ പ്രായമുള്ളവർ വിചാരിക്കരുത് ഇയാൾക്ക് പറയാം അയാൾ യുവത്വത്തിലാണെന്നല്ല. ഞാനെൻ്റെ താടിയൊക്കെ മൈലാഞ്ചിത്തലാണ്. അപ്പോൾ എനിക്ക് പ്രായമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് അനുഭവമാണ് എന്ന വാചകം അല്ലെങ്കിൽ ആ ഒരു പദം വളരെ അർത്ഥവത്തായാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. പ്രശസ്തനായ ഒരു ഇസ്ലാമിക സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സൈക്കോളജിയും മറ്റു കോളേജുകളൊക്കെ തരംതിരിക്കുന്നതിന് മുമ്പുള്ളൊരു വലിയ പണ്ഡിതൻ. പിൽക്കാലത്ത് അദ്ദേഹത്തെ വായിക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹം എന്താണ് എന്നറിയുന്നത്. ഹൈഥം ഇബ്നു അസ്വദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, പ്രായത്തിൻ്റെ അവസാന സമയത്ത് എന്താണ് നിങ്ങളുടെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞത്, ഖദ് ബിയദ്ദ മിന്നി മാ കുന്തു ഉഹിബ്ബു അൻ യസൂദ്. കറുത്തിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന പലതും എന്നിൽ നിന്ന് വെളുത്തുപോയി. വലാന മിന്നി മാ കുന്തു ഉഹിബ്ബു അൻ യശ്തദ്. നല്ല റഫായിട്ട് ശക്തമായിട്ടിരിക്കണം എന്ന് ഞാൻ കരുതുന്ന പലതും മിനുസമായിപ്പോയി, ലോലമായിപ്പോയി. വഷ്തദ്ദ മിന്നി
മാ കുന്തു ഉഹിബ്ബു അൻ-നീലീൻ, മിനുസമാകണം എന്ന് ഞാൻ കരുതിയ പലതും ചിത്തമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഓരോന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടാകും എന്താണ് അറിയില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, വഅൻസൽ ഹദീസ് വഅസ്കുറുൽ ഖദീം, ഞാൻ പുതിയതൊക്കെ മറന്നു പോകുന്നു, പഴയതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. വഅൻഅസു ഫിൽ മല, ചിലപ്പോൾ ആൾക്കൂട്ടത്തിൽ ഞാൻ പോയിരുന്നാൽ തൂങ്ങി ഉറങ്ങും. ഇതാണ് വാർദ്ധക്യം. 3 കാരണങ്ങളാണ് ഈ വാർദ്ധക്യത്തിന് ഇസ്ലാമികമായി കാണാൻ സാധിക്കുന്നത്. അത് 3 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനപരമാണ്. ഒന്നാമത്തേത്, നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ ലോകത്ത് ജീവിക്കാനല്ല എന്നും ഈ ലോകത്തിനപ്പുറം ശാശ്വതമായ അതിമനോഹരമായ നമ്മുടെ ഭാവനയിൽ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത അതിമനോഹരമായ ഒരു ജീവിതമുണ്ട് എന്നും പറയാനാണ്, അത് പഠിപ്പിക്കാനാണ്. ഓരോ പ്രായമായ ആളുകളും ആലോചിക്കേണ്ടത് അത് മാത്രമാണ്. അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്ത് റൂമിലെ 54-ാമത്തെ വചനം, അല്ലാഹു അല്ലദീ ഖലഖക്കും മിൻ ദഅഫ് ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء. അല്ലാഹു അല്ലദീ ഖലഖക്കും മിൻ ദഅഫ്, അല്ലാഹുവാണ് നിങ്ങളെ ദുർബലതയിൽ നിന്ന് സൃഷ്ടിച്ചത്. കൊച്ചുകുട്ടിയായപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല, ദുർബലതയില്ല. ثم جعل من بعد ضعف قوة, പിന്നീട് ആ ദുർബലതയ്ക്ക് ശേഷം അവൻ നമുക്ക് ശക്തി, നല്ല ശക്തിയുള്ളവരായി, ചോര തുടിപ്പൊക്കെ ഉള്ളവരായി. ثم جعل من بعد قوة ضعفا وشيبة, പിന്നീട് ആ ശക്തിക്ക് ശേഷം നല്ല ചൂടുള്ള തെറിക്കണ ചോരയുള്ള, അല്ലേ, ആരോടും ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയുന്ന ശക്തിക്ക് ശേഷം പിന്നീട് ദുർബലതയും, ആ ദുർബലതയോടൊപ്പം നരയും തന്നു. അള്ളാഹുവിൻ്റെ ഭാഷയാണ്, അവർ തന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, യഖ്ലുഖു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലാണ് സൃഷ്ടിക്കുന്നത്. ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? ഇല്ലല്ലോ. യഖ്ലുഖു മാ യശാ, കാരണം വഹുവൽ അലീമുൽ ഖദീർ, അവനാണ് സർവജ്ഞാനി, അവനാണ് സർവശക്തി. അല്ലേ, നിങ്ങൾ ആലോചിച്ചു, ദുർബലതയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. എങ്കിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിച്ചു വന്നത് എന്ന് നമുക്കറിയാം. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ചില പണ്ഡിതന്മാർ ആളുകൾക്ക് കാണിച്ചു കൊടുത്തത് ഒരു ചിത്രമുണ്ട്. കയ്യിലേക്ക് കാർക്കിച്ച് തുപ്പി, എന്നിട്ട് ആ തുപ്പൽ കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഒന്നിൽ നിന്നാണ് വന്നത്. അത്ര ദുർബലമായിരുന്നു, അല്ലേ? നിങ്ങൾ ആലോചിച്ചു. പിന്നീട് നമുക്ക് ടീനേജായി, യുവത്വമായി, പ്രസരിപ്പായി, കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, വീണ്ടും പഴയ പടിയിലേക്ക് പോവുകയാണ്. യുവത്വത്തിൽ നിന്ന് ദുർബലതയിലേക്ക് പോവുകയാണ്. ആ ദുർബലതയോടൊപ്പം ചിലരുടെയൊക്കെ തല നരക്കും, താടി നരക്കും, മുടി നരക്കും. ഇതിനെ തടുത്തു നിർത്താനാക്കിയും പറ്റില്ലെന്ന് മാത്രമല്ല, നരച്ച ഓരോ മുടിയും നമ്മളോട് സംസാരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ ആ സംസാരം നമുക്ക് കേൾക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓരോ നരച്ച മുടിയും നമ്മളോട് സംസാരിക്കുന്നത് അനൻ നദീറുൽ മുബീൻ എന്ന, ഞാനിതാ വളരെ കൃത്യമായ വ്യക്തമായ ഒരു വാണിംഗാണ് നൽകുന്നത്. ഇതാണ്
ജീവിതം അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായ ജീവിതത്തെ മനുഷ്യന് പരിചയപ്പെടുത്തുന്നത് പ്രപഞ്ചത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ വെച്ചിട്ടുണ്ട്. ചന്ദ്രൻ്റെ പ്രതിക്ഷയങ്ങൾ, സൂര്യൻ്റെ മാറ്റങ്ങൾ, കാലഘട്ടത്തിൻ്റെ ഭേദങ്ങൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു സ്റ്റേജ് ബൈ സ്റ്റേജ് നിങ്ങൾ കയറുക തന്നെ ചെയ്യും. ഏതെങ്കിലും സ്റ്റേജിൽ കയറണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ഓരോ സ്റ്റേജാണ്. അങ്ങനെയല്ല മനുഷ്യൻ. ആദ്യം ദുർബലത, പിന്നെ ശക്തി, പിന്നീട് വീണ്ടും ദുർബലത, അല്ലേ? രോഗം, പിന്നെ ആരോഗ്യം, അല്ലെങ്കിൽ ആരോഗ്യം പിന്നെ രോഗം, ദാരിദ്ര്യം പിന്നെ ധന്യത, അല്ലെങ്കിൽ ധന്യത പിന്നെ ദാരിദ്ര്യം. ഇതാണ് സൂറത്ത് യാസീൻ നമ്മളെല്ലാപ്പോഴും വായിക്കാറുണ്ട്, ഓതാറുണ്ട്. എത്ര മനോഹരമായ പറഞ്ഞത്, വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്. ആർക്കെങ്കിലും ഒരുപാട് കാലം ജീവിക്കാൻ നാം അനുവാദം നൽകിയാൽ നുനക്കിസുഹു ഫിൽ ഖൽഖ്, അവന്റെ പ്രകൃതി നേരെ കുത്തനെ പറയും. എന്നിട്ട് എന്താ പറഞ്ഞത്? അഫലാ തഅഖിലൂൻ. ഇതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കാനല്ല പറഞ്ഞത്. വാർദ്ധക്യം ദുഃഖിക്കാനുള്ളതല്ല, അനുഭവിക്കാനും ആസ്വദിക്കാനും ചിന്തിക്കാനും ഉള്ളതാണ്. അഫലാ തഅഖിലൂൻ എന്നാ പറഞ്ഞത്. ചിന്തിക്കണം. ഈ മാറ്റത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ചിന്തിച്ചിട്ട് നമ്മൾ എവിടെ എത്തണം? നമുക്ക് ബോധ്യമാകണം, ഇതല്ല എൻ്റെ സങ്കേതം, ഇതല്ല എൻ്റെ ഇടം. എനിക്ക് പോകാൻ ഒരിടമുണ്ട്, ആ ഇടത്തിലേക്ക് പോകാൻ ഞാൻ തയ്യാറാകണം. അതുകൊണ്ടാണല്ലോ 40 കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു പ്രാർത്ഥന ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹൻ തർദാ. അതാ പ്രായത്തിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങണം, എൻ്റെ റബ്ബേ ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ. നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എന്നെ നീ പ്രചോദിപ്പിക്കണം. ഞാൻ മറന്നുപോകും, എനിക്ക് ക്ഷീണം വരും, എനിക്ക് ബുദ്ധിമുട്ട് വരും. പക്ഷേ ഔസിഅനി, എനിക്ക് നീ മോട്ടിവേഷൻ തരണം. അള്ളാഹുവോട് പറയാം. എനിക്ക് മാത്രമല്ല വഅലാ വാലിദൈ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ കൊടുത്ത അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കണം സഹോദരന്മാരെ. മാതാപിതാക്കളെ കുറിച്ചും അവർക്ക് അള്ളാഹു കൊടുത്ത നിഅമത്തിനെ കുറിച്ചും. വഅൻ അഅമല സാലിഹൻ തർദാ, ഇനിയുള്ള ശിഷ്ടകാലം എനിക്ക് നരച്ചിട്ടുണ്ട്, എനിക്ക് ദുർബലത വന്നിട്ടുണ്ട്, എൻ്റെ ചോര നീരായി തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ ഊർജ്ജസ്വലത നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കാനല്ല പറഞ്ഞത്. വഅൻ അഅമല സാലിഹൻ തർദാ, റബ്ബേ നിനക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ എനിക്ക് നീ പ്രചോദനം നൽകും. രണ്ടാമത്തെ കാര്യം, വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ ദുർബലതയും അള്ളാഹുവിൻ്റെ ശക്തിയും തമ്മിൽ നമ്മളൊരു കമ്പാരിസൺ നടത്തി, താരതമ്യം നടത്തി, റബ്ബിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ചിന്ത, അള്ളാഹു ഖവിയ്യാണ് എന്ന ചിന്ത, അള്ളാഹുവിൻ്റെ ഖുവ്വത്ത് ശക്തമാണ് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ്. എന്തിനാണത് നിറഞ്ഞു നിൽക്കുന്നത്? ഞാൻ ദുർബലനാണ്, എൻ്റെ റബ്ബാണ് ഖവിയ്യ്, ശക്തിയുള്ളവൻ എന്ന ചിന്ത നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് നിർഭയത്വം കിട്ടാനാണ്, സമാധാനം കിട്ടാനാണ്, സന്തോഷം കിട്ടാനാണ്. ഞാൻ ഒറ്റയല്ല, ഞാൻ ഏകാകിയല്ല, ഞാൻ ദുർബലനല്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ ശക്തി സ്രോതസ് എൻ്റെ റബ്ബാണ്. അങ്ങനെ ഒരു റബ്ബ് എനിക്കുണ്ട്. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിലെ 5-ാമത്തെ വചനത്തിൽ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ആ കാര്യം പറയുന്നുണ്ട്. ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, നിങ്ങൾക്ക്
ഇനി ഒരു പുനർജീവിതത്തെക്കുറിച്ച് വല്ല സംശയമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ശക്തി പറയാം. പുനർജീവിതം എന്നത് നമ്മുടെയൊക്കെ മരണശേഷം നമ്മുടെയൊക്കെ ശരീരം മണ്ണായി ഒക്കെ നശിച്ചു പോയ ശേഷം രണ്ടാമത് അള്ളാഹു പുനർജീവിപ്പിക്കും. ഇത് അള്ളാഹുവിൻ്റെ ശക്തിയാണ്. ഒരു വ്യത്യാസവുമില്ലാതെ അതാണ് അത്ഭുതം. ഇതേ ഷേപ്പോടുകൂടി, ഇതേ മുഖത്തോടുകൂടി. അതല്ലേ പരലോകത്ത് വെച്ച് ഉപ്പയും മക്കളും തമ്മിൽ കണ്ടുമുട്ടും. അറിയണമെങ്കിൽ എന്ത് വേണം? ഷേപ്പ് മാറാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ വാക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ നാം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. പിന്നീട് ബീജത്തിൽ നിന്ന്, സുമ്മ മിൻ അലഖത്തിൻ, പിന്നീട് ഭ്രൂണത്തിൽ നിന്ന്, സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, പിന്നീട് രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്ന്. എന്തിനാ? ലിനുബയ്യിനലക്കും, നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകാം. എന്തിനാ നമ്മളിത് പഠിച്ചത്? ഈ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെ ബയോളജി വികാസം പ്രാപിച്ചിട്ടില്ല. ശരീരശാസ്ത്രം മനുഷ്യന് മനസ്സിലായിട്ടില്ല. ഇന്ന് നമുക്കിത് വളരെ എളുപ്പമുണ്ട്. പക്ഷെ എന്നിട്ട് അവർക്ക് ബോധ്യമായി രണ്ട് വ്യത്യാസമുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ അവർ ചിന്തിച്ചത് ഇങ്ങനെ സംവിധാനിച്ച സൃഷ്ടാവിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ പഠിച്ച് എവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ആലോചിക്കുന്നത് ഒരു വസ്തുവിനെ കുറിച്ചാണ്, സൃഷ്ടിപ്പിനെ കുറിച്ചാണ്, സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ചല്ല. അതല്ലേ അല്ലേ? നമ്മളൊരു മെഡിക്കൽ എക്സിബിഷൻ കാണാൻ പോയാൽ നമ്മൾ ഈ വ്യത്യസ്ത സ്റ്റേജിലുള്ള ഈ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകൾ ഇങ്ങനെ ഭരണിയിലാക്കി വെച്ചത് കാണാറുണ്ട്. നമ്മൾ ആരെങ്കിലും അവിടെ വെച്ച് റബ്ബിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? ലിനുബയ്യിനലക്കും. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു, വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, പിന്നീട് കൃത്യമായ ഒരു കാലഘട്ടം നിങ്ങളെ നാം അർഹാമുകളിൽ സൂക്ഷിക്കും. അർഹാം, റഹീം എന്ന് പറയുന്നത് പുരുഷനില്ലാത്ത സ്ത്രീക്ക് മാത്രമുള്ള ഒരു ശാരീരിക സവിശേഷതയാണ്. റഹ്മത്ത് എന്നതിൽ നിന്നാണ് റഹിമ വന്നത്. മഹാകാരുണ്യമാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. ഈ റഹിമാകട്ടെ, സ്ത്രീയുടെ ശരീരത്തിലുള്ള ഗർഭാശയം അതാകട്ടെ, അത് ഈ റഹ്മാനായ റബ്ബിൻ്റെ മഹാകാരുണ്യമാണ്. മനുഷ്യന് ജാതിക്കോ? അവിടെ കൃത്യമായ ഒരു അവധി വരെ താമസിപ്പിക്കും. സുമ്മനുഖ്രിജുക്കും തിഫ്ല, എന്നിട്ട് നിങ്ങളെ തിഫ്ലുകളായി, ന്യൂ ബേൺ ബേബിയാണെന്ത് തിഫ്ൽ, പുതിയതായി പുറത്തു വരുന്ന കുഞ്ഞ്, അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും. സുമ്മലിതബ്ലുഗു അശുദ്ധക്കും, എന്നിട്ട് നിങ്ങൾ പൂർണ്ണ ശക്തി പ്രാപിക്കുന്നത് വരെ നാം നിങ്ങളെ വളർത്തും. നിങ്ങൾ ആലോചിക്കുക, എത്ര മനോഹരമാണ് അതൊക്കെ. ആ പുറത്തു വരുന്നതോടുകൂടി അതുവരെ ഈ റഹിം എന്ന റഹ്മാന്റെ വലിയ റഹ്മത്തിലായിരുന്നു നാം. അവിടെ വെച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചു, പാല് കുടിച്ചു, നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ കിട്ടി, ഒന്നിനും ഒരു കുറവും വന്നില്ല. എത്ര മനോഹരമാണത് സംവിധാനം. ആരെങ്കിലും കൊടുത്തോ വല്ലതും? ഇപ്പോഴല്ലേ നമ്മളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഗർഭമാണെന്ന് അറിഞ്ഞാൽ ഓടണം ഹോസ്പിറ്റലിലേക്ക്. എന്നിട്ട് ഒരുപാട് വൈറ്റമിൻസ്, ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നുണ്ട്. ആലോചിച്ചു, എത്ര മനോഹരം. പുറത്തേക്ക് വരുന്നതോടുകൂടി സുബ്ഹാനല്ലാഹ്, മഹാ അത്ഭുതമല്ലേ സംഭവിക്കുന്നത്. അല്ലേ? ഈ ഗർഭാശയത്തിൻ്റെ ഉടമയായ ഉമ്മയുടെ സ്തനങ്ങളിലൂടെ അല്ലാഹു
ഈ കുഞ്ഞിനാവശ്യമായ മുഴുവൻ വിഭവങ്ങളും, എല്ലാ പ്രോട്ടീനുകൾ മാത്രമല്ല, പ്രതിരോധങ്ങൾ വരെയുള്ള അത്ഭുതമായ അമ്മിഞ്ഞപ്പാല് നൽകുന്നില്ലേ? അത്ഭുതമല്ലേ? അങ്ങനെ വളർത്തി പ്രായമായി ചിലരെ ചിലപ്പോൾ പിടിച്ചു കൊണ്ടുപോകും. അല്ലാഹു പെട്ടെന്ന് സമയമായി പോകണം. ചിലരെ അർദലുൽ ഉമർ വരെ വെക്കും. പ്രായത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ്. അതിന് നമ്മൾ എന്ത് പേര് വിളിച്ചാലും പുതിയ കുറേ പേരുകളുണ്ട്. അർദലുൽ ഉമർ, അതെ, അങ്ങേയറ്റം. ഏതുവരെ ചോദിച്ചാൽ എല്ലാ ജ്ഞാനവും ഉണ്ടായിരുന്ന ഒരാൾ ഒന്നും അറിയാത്തൊരവസ്ഥയിലെത്തും. ശരിയില്ലല്ലോ, എല്ലാവരും പറയും. അള്ളാഹുവിൻ്റെ ആ ശക്തി പറയണം. ആ ശക്തി കാണിക്കാനാണ് എന്ത് വാർദ്ധക്യം. ആ ശക്തി നമ്മളെ ബോധ്യപ്പെടുത്തുക എന്ന വാർദ്ധക്യം. നമ്മൾ ഓരോ സന്ദർഭത്തിലും അതിലേക്കാണ് അള്ളാഹുവിൻ്റെ ശക്തി. ആ ശക്തിക്കൊരു മാറ്റവും വരില്ല. ആ ശക്തിയാണ്, അള്ളാഹു എന്ന ശക്തിയാണ് ഈ സൃഷ്ടിപ്പ് സംവിധാനം ഒരുക്കിയത്. ഒരു മാറ്റവും വരില്ല, ഒരു മാറ്റവും വരില്ല എന്നല്ല, ഒരു ക്ഷീണവും വരില്ല. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ഒരു തൂങ്ങി ഉറക്കമോ മയക്കമോ ഒന്നുമില്ല. എന്ത് ശക്തിയാ നോക്കൂ. ഇന്നല്ലാഹ യുംസിക്കു സ്സമാവാതി വൽ അർദ് അൻ തസൂല. ആകാശങ്ങളെയും ഭൂമിയെയും അത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചാഞ്ഞു പോകാതെ നേർക്ക് നേരെ നിർത്തുകയാണ്. എത്ര മനോഹരമാണ്. നമ്മൾ ജോഗ്രഫി പഠിച്ചിട്ട് അതിൻ്റെ സയൻസൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ആരായിരിക്കും ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്? സിസ്റ്റമാണല്ലോ നമ്മൾ പറയുന്നത്, സയൻസ് സിസ്റ്റമാണല്ലോ പറയുന്നത്. ആരായിരിക്കും ഈ സിസ്റ്റത്തിന്റെ ഉപജ്ഞാതാവ്? ഞാനതാ പറഞ്ഞത്. ആ ശക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്. എൻ്റെ റബ്ബ് ഖവിയ്യ, ശക്തിയുള്ളവനാണ്, പ്രതാപമുള്ളവൻ. എത്ര സ്ഥലത്ത് റബ്ബിനെ കുറിച്ച് പറഞ്ഞു. റബ്ബിൻ്റെ സിഫത്തുകൾ മുഴുവൻ എണ്ണിയാൽ നമ്മൾ സത്യത്തിൽ അറിയാതെ സുജൂദിലേക്ക് വീണുപോകും. അത്ര ശക്തിയുണ്ട്. ആലിമുൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ എത്ര കുറച്ചേ അറിയും. അതിൻ്റെ പുറമെ ആലിമുൽ ഗൈബ് സുബ്ഹാനല്ലാഹ്, അൽ കബീർ അൽ മുതആൽ, ഉന്നതനായ എല്ലാവരേക്കാളും വലിയവനായ, വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, അവനാണ് അടിമകളുടെ മുകളിലെല്ലാം അടക്കി വരിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, ഇത് ബോധ്യമാകണം. ഇത് ബോധ്യമാകാനാണ് യഥാർത്ഥത്തിൽ വാർദ്ധക്യം. മനുഷ്യൻ ദുർബലമാകും, അല്ലാഹു ദുർബലമാവുകയില്ല. വല്ലാഹു ഖലഖക്കും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ യതവഫാക്കും, പിന്നീട് നിങ്ങളെ മരിപ്പിക്കും, കൊണ്ടുപോകും. ومنكم من يرد إلى أرذل العمر لكي لا يعلم بعد علم شيئا. ഒന്നും അറിയാത്ത വാർദ്ധക്യത്തിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അവൻ നിങ്ങളെ മടക്കും. ഇന്നല്ലാഹ അലീമുൻ ഖദീർ, ആരെയൊക്കെ എത്ര കാലം ജീവിപ്പിക്കണമെന്ന് അറിയുന്നവൻ അല്ലാഹു, ഏതൊക്കെ രീതിയിൽ അങ്ങനെ മാറ്റണമെന്ന് അറിയുന്നവൻ, അതിന് കഴിവുള്ളവൻ അല്ലാഹു. ആലോചന. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. പ്രായമായവരൊക്കെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹെഡിങ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയിൽ ബാബുൽ ഇസ്തിആദ മിൻ അർദലിൽ ഉമർ, പ്രായം അങ്ങേ അറ്റം എത്തുമ്പോൾ പ്രത്യേകമായി നടത്തേണ്ട ഒരു ഇസ്തിആദത്തിൻ്റെ അധ്യായം. അതെന്താ? اللهم إني أعوذ بك من البخل وأعوذ بك من الجبن وأعوذ بك من أن أرد إلى أرذل العمر لكي لا يعلم بعد علم شيء. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞാൻ ബുഖലിൽ നിന്ന് നിന്നോട്
കാവലിനെ തേടുന്നു. പ്രായമാകുമ്പോൾ ചിലപ്പോൾ ബുഖൽ വരും, പിശുക്ക് വരും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖൽ വഅഊദു ബിക മിനൽ ജുബ്ൻ. രണ്ടാമത് വരിക ജുബ്നാണ്. ജുബ്ൻ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ ധൈര്യമില്ല, പോകാൻ ധൈര്യമില്ല, ഇറങ്ങാൻ ധൈര്യമില്ല, അല്ലേ, കഴിക്കാൻ ധൈര്യമില്ല, കുടിക്കാൻ ധൈര്യമില്ല. ഈ അവസ്ഥയാണ് ജുബ്ൻ എന്ന് പറയുന്നത്. അല്ലാഹുവേ, ജുബ്നിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ. മൂന്നാമത്തെ കാര്യം വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. അർദലുൽ ഉമർ, വാർദ്ധക്യം, അങ്ങേയറ്റം ദുർബലമാകുന്ന അവസ്ഥ, അതിലേക്ക് ഞാൻ മടക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മളെന്താ വെച്ചാൽ നമുക്ക് രോജസ്സും തേജസ്സും ഈ സാധാരണ വാർദ്ധക്യം ബാധിച്ചാൽ ആളുകൾക്കുണ്ടാകാറുള്ള ഇതൊക്കെ വരാതിരിക്കാൻ, അതാണ് അറുതൽ, അതൊക്കെ വരാതിരിക്കാൻ പ്രത്യേകമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ ഒരു കാര്യമാണ്. മൂന്നാമത്തെ വിഷയം, ഒരു പാഠം, അത് സത്യത്തിൽ ഈ പ്രായമായവർക്കുള്ളതല്ല, മറിച്ച് പ്രായമായവരുടെ മക്കൾക്കുള്ളതാണ്. അതൊരു വല്ലാത്ത പാഠമാണ്. പ്രത്യേകമായ പരിഗണന അല്ലാഹു നൽകി. മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ മക്കളോട് പറഞ്ഞു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. നിങ്ങളുടെ അടുത്ത് പ്രായമായ മാതാപിതാക്കൾ, അവരിൽ ഒരാളോ രണ്ടാളോ ഉണ്ടായാലും ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛെ എന്ന് പറഞ്ഞു പോകരുത്, ഛെ എന്ന് പറഞ്ഞു പോകരുത്. പ്രായമാകുമ്പോൾ ഈ പ്രായമായ മനുഷ്യനിൽ നിന്ന് മക്കളോ അല്ലെങ്കിൽ യുവാക്കളോ ഒക്കെ ഛെ എന്ന് പറഞ്ഞു പോകാവുന്ന പലതും വരും എന്നർത്ഥം. അതുകൊണ്ട് പറഞ്ഞു പോകരുത് എന്ന് മാത്രമല്ല, എന്ത് ചെയ്യണം? വലാ തൻഹർഹുമാ, അവരോട് പോ എന്ന് പറയരുത്, ദൂരെ പോ, മാറി നിൽക്ക്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് സംസാരിക്കേണ്ടത് വളരെ സോഫ്റ്റായിട്ടാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിനക്ക് കഴിയാവുന്ന രൂപത്തിൽ അവർക്ക് നീ കാരുണ്യം നൽകണം. എത്ര കഴിയോ അത്ര നൽകണം. മാത്രമല്ല, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാർദ്ധക്യം എന്തിനാണെന്ന് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗിമ അൻഫ് സുമ്മ റഗിമ അൻഫ് സുമ്മ റഗിമ അൻഫ്, 3 പ്രാവശ്യം. റഗിമ അൻഫ് എന്ന് പറഞ്ഞ അറബി ഭാഷയിലെ അതിമനോഹരമായൊരു പ്രയോഗമാണ്. അവൻ്റെ മൂക്ക് മണ്ണ് കുത്തട്ടെ എന്നാണ്, നശിച്ചു പോട്ടെ എന്നാണ്. മൂക്ക് മണ്ണ് കുത്തുക എന്ന് പറഞ്ഞാൽ മൂക്കും കുത്തി വീണ് നശിക്കുക. ഖീല, ഇത് റസൂല് 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ചോദിക്കപ്പെട്ടു, മൻ, ആരെക്കുറിച്ചാണ് നബിയെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മൻ അദ്റക അബവൈഹി ഇൻദൽ കിബരി അഹദുഹുമാ ഔ കിലൈഹിമാ ഫലം യദ്ഖുലിൽ ജന്ന. മാതാപിതാക്കളിൽ രണ്ടാളോ അല്ലെങ്കിൽ ഒരാളോ അവരുടെ കൂടെ അവരുടെ വാർദ്ധക്യ സന്ദർഭത്തിൽ ജീവിക്കാൻ അനുഗ്രഹം ലഭിച്ചിട്ട് ഫലം യദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാത്തവൻ അവൻ നശിച്ചു പോകട്ടെ. മക്കൾ മനസ്സിലാക്കിക്കോ, എന്തിനാ വാർദ്ധക്യം? മക്കൾക്ക് സ്വർഗത്തിൽ പോകാൻ. അപ്പാൻ്റെ കയ്യപിടി, ഉമ്മാൻ്റെ കയ്യപിടിക്ക്, നല്ല വർത്താനം പറയും, അവരൊപ്പം ഇരുന്ന് കളിക്ക്, രസിക്ക്, ചിരിക്ക്, അവരെയും കൊണ്ടുപോ, അവരും സന്തോഷിക്കട്ടെ, അവരും ആഹ്ലാദിക്കട്ടെ. ഇതൊക്കെ ചെയ്യുമ്പോൾ ആരും കാണാനല്ല. സമൂഹത്തിലെ ആളുകൾ ഞാൻ മാതാപിതാക്കളെ പരിഗണിക്കാത്തവനാണെന്ന് പറയും എന്നതുകൊണ്ടല്ല, എനിക്ക് സ്വർഗം കിട്ടാൻ. ടൂർ പോയപ്പോൾ, വിനോദ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഉപ്പാൻ്റെ കയ്യും പിടിച്ച് പോയിക്കൂടെയിരുന്നു, സ്വർഗം കിട്ടാൻ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ, നിങ്ങളുടെ മക്കളുടെ കൂടെ ടൂർ പോയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ദുനിയാവിലെ സ്വർഗമാണ്. അതിൻ്റെ കൂടെ മാതാപിതാക്കളെ കൂടി കൂട്ടിയാൽ ആഖിറത്തിലെ സ്വർഗം കിട്ടും.
ആഖിറത്തിൽ മക്കൾക്ക് സ്വർഗം കിട്ടാനാണ് ഉമ്മമാർക്കും ഉപ്പമാർക്കുമൊക്കെ വാർദ്ധക്യം വന്നത്. അള്ളാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, പ്രായമായവർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, നമ്മൾ ശരീരത്തിനെ പ്രായമായിട്ടുള്ളൂ. ശരീരമല്ല നമ്മൾക്ക്. നമുക്ക് റൂഹ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിന് പ്രായമാവില്ല. അതാണ് എനിക്ക് പ്രത്യേകം. ആത്മാവ് അതിന് പ്രായമില്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ലേ, കുറേ നമ്മൾ വിചാരിക്കും ഭയങ്കര പ്രായമായ ആൾ ഭയങ്കര സ്ട്രോങ് ആണ്, ഒരു നടക്കണ കണ്ടാൽ മുമ്പ് ആക്റ്റീവാണ്, എല്ലാത്തിനും ആക്റ്റീവാണ്. എങ്ങനെ ആക്റ്റീവായി? അപ്പോൾ പ്രായം എന്തിനേ ഉള്ളൂ? ശരീരത്തിനേ ഉള്ളൂ. പ്രായം എന്ന് പറഞ്ഞാൽ ഇരിക്കരുത് എന്നർത്ഥം. പ്രായം എന്തിനേ ഉള്ളൂ? ശരീരത്തിനു. ആത്മാവിന് എന്തില്ല? പ്രായമില്ല. കാര്യം എന്താ? ആത്മാവിൻ്റെ ലോകം ഈ മെറ്റീരിയൽ ലോകമല്ല, പദാർത്ഥ ലോകമല്ല. ഇവിടെ എന്തുള്ളൂ? ഈ പ്രായമുള്ളൂ. അവിടെ എന്തില്ല? പ്രായം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് നല്ല എനർജറ്റിക്കായ വയസ്സന്മാരെ നമ്മൾ കാണുന്നത്. കാണും. നമ്മളതാകണം. فمن كان يرجو لقاء ربه فليعمل عملا صالحا. അള്ളാഹു പറഞ്ഞതാ, അള്ളാഹുവിനെ കാണണമെന്ന് നിങ്ങൾക്ക് പൂതിയുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന്. നമ്മളെന്താ മനസ്സിലാക്കിയ? അള്ളാഹിനെ കാണാമെന്ന് പറഞ്ഞാൽ മരിക്കുന്നു അല്ലേ? നമ്മൾ മനസ്സിലാക്കിയത് മരിച്ചു ചെന്നിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയാണ് എന്ത്? അമലു സാലിഹാത്ത് ചെയ്യുന്നത്. സാധാരണമാരെയല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമസ്കാരം ലിഖാ, അസ്സലാത്തു ലിഖാ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നമസ്കരിക്കുമ്പോൾ അള്ളാഹിനെ കാണും. മുനാജാത്തുകൾ, റബ്ബുമായി നാം ഒറ്റയ്ക്ക് സംസാരിക്കാറില്ലേ? കൈ ഉയർത്തിയിട്ട് ദിക്റുകൾ, തസ്ബീഹുകൾ, ദുആകൾ, സദഖകൾ, ഖുർആൻ പാരായണങ്ങൾ, ഇതൊക്കെ ലിഖാ. ഈ പ്രായമായ ആളുകൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നതും അള്ളാഹുവിനെ കാണലാണ്. അള്ളാഹു ഇങ്ങനെയുള്ള ചിന്തയും, ഇതൊരു ഉയർന്ന ചിന്തയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭൗതിക ശാസ്ത്രത്തിനൊരു പക്ഷേ പറയാൻ സാധിക്കാത്ത ഉന്നതമായ ചിന്തയാണ്. ഈ ചിന്തയുടെ ആളുകളാണ് നമ്മളങ്ങനെയായിരിക്കണം. നമ്മളങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു ആരോഗ്യവും സന്തോഷവും സമാധാനവും സംതൃപ്തിയുമുള്ള ജീവിതം നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. രണ്ടാമത്തേത് വേദനയാണ്. അത് നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. കുറച്ച് ദീർഘമായി അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് എന്താണ് വേദന, എന്തിനാണ് വേദന എന്നത്. ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത കൂട്ടക്കൊലയാണ്. ഇന്ന് രാവിലെയും നേരം വെളുത്തപ്പോൾ നമ്മൾ കേട്ടത് നമ്മുടെ സഹോദരങ്ങളെ കൂട്ടക്കൊല ചെയ്ത വാർത്തയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും വിലയുള്ള മൂല്യമുള്ള വസ്തു മനുഷ്യജീവനാണ്. എന്നാൽ ഇന്ന് ഏറ്റവും വിലയില്ലാതായിരിക്കുന്നത് അതാണ്. ഒരു കാരണവുമില്ലാതെയാണ് ഗസയിലെ നമ്മുടെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ലുബനാനിലെ നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കുന്നത്. വലിയ അത്ഭുതം എന്താ ചോദിച്ചാൽ, മനുഷ്യൻ തന്നെയാണ് മനുഷ്യ ജീവന് ഭീഷണി എന്നതാണ്. ഭയങ്കര അത്ഭുതമല്ലേ? ഈ മനുഷ്യ ജീവൻ സംരക്ഷിക്കേണ്ട മനുഷ്യൻ തന്നെയാണ്. വിശ്വാസികളായ നമ്മൾ അത്ഭുതപ്പെടേണ്ട. കാരണം ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനമാണ്. ഒരു സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് തദ്ഹറുൽ ഫിതൻ, ഫിത്തനകൾ ഭയങ്കരമായിട്ടുണ്ടാവും. എല്ലായിടത്തും ഫിത്തനകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, വിശദീകരിക്കണ്ടല്ലോ.
ഫിത്നകൾ അടക്കേണ്ടവർ പോലും ഫിത്നയുടെ ആളുകളായി മാറുന്നു എന്ന് നമ്മൾ അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് കേൾക്കുകയാണ്. യക്സുറുൽ കദീബ്, കളവ് വർദ്ധിക്കും. വതതഖാറബുൽ അസ്വാഖ്, തൊട്ടടുത്ത് മാർക്കറ്റുകൾ വരും. റസൂലുള്ളാഹിൻ്റെ പ്രവചനം, റസൂലുള്ള മാർക്കറ്റും കണ്ടിട്ടില്ല, ഷോപ്പിംഗ് മാളും കണ്ടിട്ടില്ല. ഇത് അള്ളാഹിൻ്റെ വാക്കാണ്, അള്ളാഹുവിൻ്റെ ആശയം റസൂലുള്ള പറയും. വയതഖാറബു സമാൻ, സമയം, കാലം ഇങ്ങനെ ഭയങ്കര അടുക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച എപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ തോന്നിയില്ലേ, അതാണ്. വയക്സുറുൽ ഹറജ്, അവസാനത്തെ നബിയുടെ വാക്ക്, ഹറജ് വർദ്ധിക്കും. ഇതുവരെ പറഞ്ഞൊക്കെ സഹാബികൾക്ക് മനസ്സിലായി എന്താണ്, പക്ഷേ ഹറജ് എന്താ മനസ്സിലായില്ല. അവർ ചോദിച്ചു വമൽ ഹറജ്, എന്താണ് ഈ ഹറജ്? റസൂലുള്ളാഹി പറഞ്ഞു അൽ ഖത്ൽ, കൊലപാതകങ്ങളാണ്. കൊലപാതകങ്ങൾ ഇത് വർദ്ധിക്കും. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ തദ്ഹബു ദുനിയ, ഈ ദുനിയാവ് നശിച്ചു പോവുകയില്ല. ഹത്താ യഅ്തിയ യൗമൻ, ഒരു ദിവസം ഉണ്ടാകുന്നത് വരെ. എന്താ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? ലാ യദ്രി അൽ ഖാതിൽ ഫീമ, കൊന്നവനറിയില്ല എന്തിനാണ് അവൻ കൊന്നത്. ഈ കൊന്നവർക്കൊന്നും അറിയില്ല എന്തിനാ കൊന്നത്. വലൽ മഖ്തൂലു ഫീമ ഖുതിൽ, കൊല്ലപ്പെട്ടവനും അറിയില്ല എന്തിനാ കൊല്ലപ്പെട്ടത്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ലോകം അവസാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളും ചിഹ്നങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനവും. അതുകൊണ്ട് അന്ത്യസമയത്തിന് വേണ്ടി തയ്യാറെടുക്കുക, അവസാന നാളിന് വേണ്ടി തയ്യാറെടുക്കുക. ജീവിതത്തെ മാറ്റണം, ഇസ്തിഗ്ഫാർ കൊണ്ട് മാറ്റണം, തൗബ കൊണ്ട് മാറ്റണം. ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റുകളിൽ നിന്ന് മടങ്ങണം. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് നിരൂപണം നടത്തി നന്നാകാൻ ശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ വലിയ ശക്തികളുടെ അഹങ്കാരത്തിന് മുമ്പിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. ലോകത്ത് സമാധാനത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അല്ലാഹുവേ നീ പാഠം പഠിപ്പിക്കണമേ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في غزة. اللهم انصر إخواننا في لبنان. اللهم انصر إخواننا في كل مكان. اللهم انصرهم نصر عزيز مقتدر. اللهم عليك باليهود، اللهم عليك باليهود، اللهم عليك باليهود. اللهم دمرهم يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا لا تجعلنا فتنة للذين كفروا واغفر لنا إنك أنت الغفور الرحيم. توفنا مسلمين والحقنا بالصالحين برحمتك يا أرحم الراحمين.